നമ്മളങ്ങനെ സിലോപ്പിനെ കയറ്റിയേക്കാണ്. ഹലോ, നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങിയേക്കാണ്. നമുക്കൊന്ന് മീൻ കിട്ടുമോ നോക്കിയാലോ. നമ്മൾ അങ്ങനെ സ്പോട്ടിലൊക്കെ എത്തി നമ്മൾ നേരെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം തന്നെ കാസ്റ്റിംഗ് തുടങ്ങി. നമ്മൾ അധികം നേരം ഒന്നും എറിയേണ്ടി വന്നില്ല കേട്ടോ. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയേട്ടാ. ഒരു ചെറിയ സ്ട്രൈക്കാണ് കിട്ടിയേട്ടാ. നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ നോക്കി, പക്ഷേ അവൻ നല്ല രീതിക്ക് ഫ്രോഗ് എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ മീനുകളൊക്കെ ആയിരുന്നു. നമ്മൾ 4 പേരായിട്ടാണ് ചൂണ്ടിടാൻ വന്നത്. 4 പേര് വന്നിട്ട് അവിടെ എവിടെ മാറി എന്നാണ് പറഞ്ഞത്. നമുക്ക് ആർക്കും പിന്നെ അവിടെ നിന്ന് സ്ട്രൈക്കോ ആക്ടിവിറ്റി ഒന്നും കാണാത്തോടെ നമ്മൾ അടുത്ത ഇവിടെ വന്ന് അധികം നേരം എടുത്തൊന്നുമില്ല കേട്ടോ. അതിന് മുന്നേ നമുക്ക് ചെറിയ സ്ട്രൈക്ക് കിട്ടി. നമ്മളവനെ ഹുക്കപ്പ് കൊടുത്ത വഴിക്ക് നമ്മുടെ ക്യാമറ നേരെ താഴത്തോട്ടായി പോയി കേട്ടോ. നമ്മൾ വെച്ചത് കറക്റ്റായിട്ടല്ലായിരുന്നു. നമ്മുടെ ക്യാമറ നേരെ താഴത്തോട്ട് പോയി. പക്ഷെ അവനെ വലിച്ചേട്ടൻ വീഡിയോ ഉണ്ട് കേട്ടോ. അവൻ അങ്ങോട്ട് അധികം വലിക്കാത്തപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ആ സംശയം കറക്റ്റായിരുന്നു. നമ്മൾ വലിച്ച് കയറ്റിയപ്പോൾ തന്നെ മനസ്സിലായി അവന് വാലില്ല. വാലെന്തോ നീർന്നായെന്തോ കടിച്ചേക്കാണ്. അതായത് നമ്മൾ പിന്നെ കളയണില്ല, നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ടാങ്കി കൊണ്ടിടാന്ന് വെച്ച്. കാരണം എന്തായാലും ഇവിടെ കിടന്നാലും വളരെയില്ല. ടാങ്കി കിടന്നവനും കുറച്ചാളെങ്കിലും വളരട്ടെ നോക്കി. നമുക്ക് കിട്ടിയ വരാലിതാട്ടോ. അതേ വാലില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. വാലിൻ്റെ ഭാഗമൊക്കെ ഉണങ്ങുകയൊക്കെ ചെയ്ത് കേട്ടോ. വലിയ സീനൊന്നുമില്ല. നമ്മുടെ കാശ് എടുക്കുമ്പോൾ നമ്മുടെ ചേട്ടാ സ്ക്രീൻഷോട്ടായിട്ട് നടക്കുന്നത്. ഇവിടെ മീനപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു കേട്ടോ. അതായത് നമ്മൾ എന്നപ്പോൾ തന്നെ ചേട്ടാ സിലോപ്പിനെ അടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലാക്കാലും വലിപ്പുണ്ട് കേട്ടോ. സിലോപ്പി നല്ല വലിപ്പമുള്ള സിലോപ്പിനെ കേട്ടോ. നല്ല കലക്കമുള്ളതാണ്, നമുക്കൊന്നും കാണത്തില്ല. പക്ഷേ ചേട്ടാ കണ്ണട വെച്ചാൽ പുള്ളിക്ക് നല്ല ക്ലിയർ ആയിട്ടെല്ലാം കാണുമായിരുന്നു. നമ്മളങ്ങനെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ട് കാസ്റ്റിംഗ് തുടങ്ങിയ തന്നെ നമ്മൾ ഒന്ന് എറിഞ്ഞാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട്. അവിടുത്തെ ഒരു മരത്തേലായിട്ട് നമ്മുടെ ഫ്ലോ കൊടുക്കി അവിടെ തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ കുറേ നേരം വലിച്ചിട്ട് പോരുന്നില്ല. പിന്നെ നമ്മുടെ ആഞ്ചി പിടിച്ച് ബ്രൈഡെ പിടിച്ച് വലിച്ചപ്പോഴേക്കും ലീഡർ ലൈൻ്റെ അറ്റഭാഗത്ത് നിന്ന് പൊട്ടിപ്പോയിട്ടാ. കാരണം അയച്ചിട്ട് ദ്രവിച്ചിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫ്രോഗ് അപ്പുറത്തിരിക്കട്ടെ. അത് എടുക്കാൻ പോകാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം അപ്പുറത്തോട്ട് കിടക്കാനൊന്നും പറ്റില്ല. നമ്മൾ വേറെ ഫ്രോഗ് സെറ്റ് ചെയ്ത് നമ്മൾ ഏറെ തുടങ്ങിയിട്ടാണ്. നമ്മൾ വേറെ അടുത്ത സ്ഥലത്തോട്ട് വന്ന് അവിടെ വന്ന് എറിയാന്ന് വെച്ച്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ചേട്ടൻ വലയൊക്കെ കേട്ടോ. പുള്ളിയുടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടാ. നമ്മൾ കുറേ നേരം എറിഞ്ഞേട്ടാ. കുറേ നേരം നമുക്ക് വേറെ സ്ട്രൈക്കൊന്നും കിട്ടാതെ നമ്മൾ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് അധികം നേരം എറിയേണ്ടത് വന്നില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് അപ്പം തന്നെ കിട്ടി. നമ്മളപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ വലിച്ച് കയറ്റിയേട്ടാ. ചെറിയ മീനായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്തൊരു കുഞ്ഞ് നാടൻ വരാലായിരുന്നു. ചെറിയ വരാലായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വളർത്താനായിട്ട് എടുക്കുകയുള്ളൂ. നമ്മൾ വളർത്താൻ എടുക്കണമെന്നത് എടുത്ത് പിന്നെ വേണ്ടെന്ന് വെച്ച് നമ്മൾ നേരെ അവനെ തിരിച്ച് കളയുകയും ചെയ്തേട്ടാ. നമ്മളവനെ തിരിച്ച് കളയാൻ പോവാണ്. പോട്ടെ ഇവിടെ പോയോട്ടോ. നമ്മൾ നടന്ന് അതിൽ എറിഞ്ഞോണ്ടിരിക്കട്ടെ. എറിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിലൊരു വരാലുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാലാണ്. നമ്മൾ നേരെ അവൻ്റെ അടുത്ത് ഫ്രോഗ് ഇട്ടൊന്ന് വലിച്ചു നോക്കിയിട്ടാ. അവൻ നേരെ ഫ്രോഗിനെ വെളിക്കുടി ചാടി അപ്പുറത്തോട്ട് പോയി. നമ്മളവിടെ എറിഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് വീണ്ടും കിട്ടിയേട്ടാ. നമ്മൾ അവനെ ഹുക്കപ്പ് കൊടുത്ത് വലിച്ചു കയറ്റാൻ നോക്കി. അവൻ അടുത്തവരെ വന്ന് കുറച്ച് നേരം നമ്മുടെ ഹുക്കിൽ ഊരി പോരുകയും ചെയ്തേട്ടാ. അത്യാവശ്യം നല്ല വലിയ വരാൽ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളെ നമ്മൾ മിസ്സാവുകയും ചെയ്തു. അത് നമ്മൾ കുറേ നേരം പിന്നെ കാസ്റ്റ് ചെയ്യട്ടെ. കാസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടി. നമ്മുടെ ഫ്രോഗിൻ്റെ സൈഡ് വഴി ആദ്യം ചാടിപ്പോയ വരാൽ ഞാൻ തോന്നട്ടോ. ആ ഒരു ലൊക്കാലിറ്റി നമുക്ക് അടുത്ത സ്ട്രൈക്ക് കിട്ടിയ ഉടനെ നമ്മൾ നല്ലൊരു ഹുക്കപ്പം കൊടുത്തു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ അവന് നല്ല ഭാഗ്യമുള്ള വരാലാന്ന് തോന്നുന്നു. അവൻ നമ്മളെ പിന്നെ മിസ്സായി കേട്ടോ. അത് നമ്മൾ കുറേ നേരം എറിഞ്ഞേട്ടാ. കുറേ നേരം നമുക്ക് വേറെ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല. നമ്മളപ്പോൾ തന്നെ എന്നാ ചെയ്യും, ഇരുട്ടൊക്കെ വീണ് നമ്മൾ വീട്ടിൽ പോയേക്കാന്ന് വെച്ചാൽ. പക്ഷേ മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ കണ്ടോ ഒരു ഇടിമിന്നലൊക്കെ പിന്നെ നമ്മളപ്പോൾ തന്നെ വണ്ടി കിട്ടട്ടെ. നമ്മളതിലേക്ക് പോലും ചുമ്മാ കാസ്റ്റ് ചെയ്തിട്ട് പോകണം. കാസ്റ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു വരാൽ കിട്ടി. പക്ഷേ ഇതിൻ്റെ വയർ ഭാഗത്തുണ്ട് ഒരു പൊട്ടൽ പോലെ ഉണ്ട്. കീറി കിടക്കുവാന്ന് എന്തോ സംശയം. നമ്മൾ അവനെ പിന്നെ എടുത്തില്ല. നമ്മളവനെ കളഞ്ഞു കേട്ടോ. നമ്മളിത് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ. പോകുന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങി. നമുക്ക് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. 2 സിലോപ്പിയും കിട്ടി, 2 വരാലും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.